ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഓൾഡ് പക്ഷേ വിശ്വസ്തമായ വണ്ടിയെക്കുറിച്ചാണ്. അതെ, ഹീറോ ഹോണ്ട CD100. ഇന്നത്തെ കാലത്ത് ഇത് വാങ്ങാമോ? എത്ര രൂപ കൊടുത്താൽ ശരിയാകും? ഇത് ഇപ്പോഴും ലാഭകരമാണോ? വാങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? എല്ലാം നമുക്ക് ഈ കൊച്ചു വീഡിയോയിൽ ക്ലിയറായി പറയാം. ഹീറോ ഹോണ്ട CD100 എന്ന വണ്ടി ഒരു കാലത്ത് ഓഫീസ് പോകുന്നവരുടെയും ഗ്രാമീണ യാത്രകളുടെയും രാജാവായിരുന്നു. ഈ വണ്ടിയുടെ പേരിൽ വന്ന 2 വാക്കുകൾ മാത്രം: വിശ്വസ്തത, ചിലവ് കുറവ്. എൻജിൻ ആൻഡ് മെക്കാനിക്കൽ സൈഡ് പറഞ്ഞാൽ 97cc എൻജിൻ, വായുവിൽ തണുപ്പിക്കുന്ന സംവിധാനം, 4 ഗിയർ, കിക്ക് സ്റ്റാർട്ട് മാത്രം, അധിക ഇലക്ട്രോണിക്സ് ഒന്നുമില്ല. ഇതിൻ്റെ അർത്ഥം കുഴപ്പം കുറവ്, ചിലവ് കുറവ്. മൈലേജിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ശരിയായ നിലയിലുള്ള CD100 ആണെങ്കിൽ നഗരത്തിൽ 65 മുതൽ 75 കിലോമീറ്റർ, ഹൈവേയിലാണെങ്കിൽ 75 കിലോമീറ്റർ മുകളിൽ. ഇന്നത്തെ പെട്രോൾ വിലയിൽ ഇത് വലിയൊരു ലാഭവണ്ടി തന്നെയാണ്. മെയിൻ്റെനൻസ്: ഇതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ ഗുണം. സ്പെയർ പാർട്സ് എളുപ്പത്തിൽ കിട്ടും. നാട്ടിലെ മെക്കാനിക്കിന് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. എൻജിൻ തുറന്ന് ചെയ്യാനുള്ള ചിലവ് കുറവ്. മാസം തോറും വലിയ ചിലവില്ല. സാധാരണ ഉപയോഗത്തിൽ 300 മുതൽ 700 രൂപ വരെ മതി. ഇപ്പോൾ വാങ്ങുമ്പോൾ എത്ര രൂപ കൊടുക്കണം? ശരിയായ വില എത്ര? നമുക്ക് നോക്കാം. വണ്ടിയുടെ നില അനുസരിച്ച് ഓടുന്ന അവസ്ഥയിലാണെങ്കിൽ 15,000 രൂപ തൊട്ട് 20,000 രൂപ വരെ, നല്ല അവസ്ഥയിലാണെങ്കിൽ 20,000 രൂപ തൊട്ട് 25,000 രൂപ വരെ, പൂർണ്ണമായി ശരിയാക്കി വെച്ച വണ്ടിയാണെങ്കിൽ 25,000 തൊട്ട് 30,000 രൂപ വരെ. ഇത് ഇപ്പോഴും ലാഭകരമാണോ? അതെ, പക്ഷേ ഉപയോഗം ശരിയാക്കിയാൽ മാത്രം. ആർക്കൊക്കെ ഈ വണ്ടി നല്ലതാണ്? ദിവസവും ഓഫീസിലേക്ക് പോകുന്നവർക്ക്, ഗ്രാമീണ റോഡുകൾ ഉപയോഗിക്കുന്നവർക്ക്, ഡെലിവറി ജോലികൾ ചെയ്യുന്നവർക്ക്, വിദ്യാർത്ഥികൾക്ക്, കുറഞ്ഞ ബജറ്റുള്ളവർക്ക്. ആർക്കൊക്കെ ഇത് പറ്റില്ല? വേഗം ഇഷ്ടമുള്ളവർക്ക്, ദൂരയാത്ര ചെയ്യുന്നവർക്ക്, സ്റ്റൈൽ നോക്കുന്നവർക്ക്. ഇനി നമുക്ക് പുതിയ വണ്ടിയുമായി താരതമ്യം ചെയ്ത് നോക്കാം. പുതിയ വണ്ടി വാങ്ങിയാൽ EMI, ഇൻഷുറൻസ്, സെൻസർ പ്രശ്നങ്ങൾ, സർവീസ് ചെലവ്. നമ്മുടെ വണ്ടിയാണെങ്കിൽ EMI ഇല്ല, പേടിയില്ല, മനസ്സമാധാനം. ഇപ്പോൾ വാങ്ങുന്നതിന് മുമ്പ് പരിശോധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? എൻജിൻ ശബ്ദം സ്മൂത്താണോ? പുക കൂടുതലുണ്ടോ? RC ബുക്കൊക്കെ ഓക്കെ ആണോ? ഗിയർ ബോക്സ് അടിക്കുന്നുണ്ടോ? ക്ലച്ച് സ്ലിപ്പാകുന്നുണ്ടോ? ഇതെല്ലാം ശരിയാണെങ്കിൽ CD100 ഇപ്പോഴും നല്ല ഒരു തിരഞ്ഞെടുപ്പാണ്. ഹീറോ ഹോണ്ട CD100 വേഗത്തിനല്ല, ഷോയിനുമല്ല, പക്ഷേ മൈലേജ്, ട്രസ്റ്റ്, ലോ മെയിൻ്റെനൻസ് എന്നിവയാണ്. ഇനി ഏത് വണ്ടിയുടെ റിവ്യൂ വേണം? കമൻറ്റ് ചെയ്യൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.